ദൈവത്തിന്റെ വലിയ ഫേവറുകളും അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പെയ്തിറങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ നമ്മൾ പരിശ്രമിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഹെബ്രായ ലേഖനം 12:14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നു. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ. എല്ലാവരോടും സമാധാനത്തിലായിരിക്കുവാനുള്ള ഒരു മനസ്സ്. നമ്മൾ പഴയ നിയമത്തില് ജോസഫ് എന്ന കഥാപാത്രത്തെ നമുക്കറിയാം അല്ലെ. ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന ജോസഫിലുള്ള ഒരു സവിശേഷത നിറഞ്ഞ ഒരു ഗുണമായിരുന്നു എല്ലാവരുടെ സമാധാനത്തിലായിരിക്കുവാൻ പരിശ്രമിച്ചു. അതുപോലെ തന്നെ വിദ്വേഷം ഇല്ലാത്തൊരു മനസ്സ്, വിശുദ്ധിയുള്ള ഒരു മനസ്സെന്ന് പറയുന്നത് വിദ്വേഷമില്ലാത്ത ഒരു മനസ്സാണ്. കാരണം ഇവിടെ നമ്മൾ ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. അതിന് തൊട്ടു മുകളിലെ വാക്യം എന്താ? വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്താണ് നമ്മളെ അശുദ്ധരാക്കുന്നത്? പ്രധാനമായിട്ടും വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുകയാണ്. അപ്പൊ ജോസഫിന് ഏറ്റവും വലിയ ഗുണം ഇതായിരുന്നു, വിദ്വേഷമില്ലാത്തൊരു മനസ്സ്. തന്നെ ദ്രോഹിച്ച, വേദനിപ്പിച്ച സഹോദരങ്ങളോടൊക്കെ ക്ഷമിച്ച് അവർക്കൊരു വേദന വന്നപ്പോൾ അവർക്ക് തുണയായി നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ജോസഫിന്റെ നിഷ്കളങ്കമായ മനസ്സറിഞ്ഞ ദൈവം ജോസഫിനെ വലിയ ഉയർച്ചയിലേക്ക് നയിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ഇന്ന് ആ ഒരു നിഷ്കളങ്കതയ്ക്കായി, ആ ഒരു വിദ്വേഷമില്ലാത്തൊരവസ്ഥയ്ക്കായിട്ട് നമ്മൾ പരിശ്രമിച്ചു തുടങ്ങുമ്പോൾ, വിശുദ്ധിക്കായി പരിശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ ഉയർച്ച, നമ്മൾ പോലും അറിയാതെ ദൈവം നൽകുന്ന ഉയർച്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സഹോദരങ്ങളെ, ദൈവം നമ്മളെ ഉയർത്തി മാനിക്കും. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. നമ്മളെ അശുദ്ധരാക്കുന്ന ഒരു വലിയൊരു അശുദ്ധിയുടെ ഭാഗമാണ് വിദ്വേഷം, മറ്റുള്ളവരോടുള്ള അസൂയ, മറ്റുള്ളവരുടെ ഉയർച്ചയിലും നന്മകളും കാണുമ്പോഴുള്ള ആ ഒരു അസൂയയും ദേഷ്യവും വിദ്വേഷവും. ചിലപ്പോൾ അത് കുടുംബത്തിലുള്ളവരോടാകാം, പള്ളിയിലുള്ളവരോടാകാം, അയൽവക്കക്കാരോടാകാം, വേണ്ട കുടുംബത്തിന് അകത്ത് തന്നെ ഇമീഡിയറ്റ് ഫാമിലീസ് തമ്മിലാകാം. എന്നാൽ ഇന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് അങ്ങനെ ഒരു വിദ്വേഷം ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഈശോയുടെ സന്നിധിയിൽ ഇറക്കി വെച്ച് അവിടെ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധി കൂടാതെ നമുക്ക് കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. നിഷ്കളങ്കമായ മനസ്സുള്ള, വിദ്വേഷമില്ലാത്ത മനസ്സുള്ള ഒരു വ്യക്തിക്ക് കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കും. അവന്റെ കൂടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. എത്ര വലിയ തകർച്ചയിലൂടെ നീ കടന്നു പോകുന്നെങ്കിലും കർത്താവിന്റെ സാന്നിധ്യം കൂടെയുള്ള നിനക്ക് ശ്രേയസ്സുണ്ടാകും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തില് നിഷ്കളങ്ക മനസ്സുള്ള, വിദ്വേഷമില്ലാത്ത ജോസഫ് അടിമച്ചന്തയിൽ വിവസ്ത്രനായി നിൽക്കുമ്പോൾ വചനത്തിൽ നമ്മൾ കാണുകയാണ്, കർത്താവിന്റെ സാന്നിധ്യം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ തകർച്ചയിൽ അവന്റെ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. നിന്റെ വേദനകളിൽ കരം പിടിച്ചുയർത്തുന്ന, നിന്റെ സഹനങ്ങളിൽ നിന്റെ കൂടെ നിൽക്കുന്ന, നിന്നെ കരം പിടിച്ചുയർത്തുന്ന, ജോസഫിനെ ഉയർത്തിയതുപോലെ നിന്നെ ഉയർത്തുന്ന ദൈവത്തിന്റെ കരം നിനക്കായി പ്രവർത്തിക്കും. സൗരങ്ങളെ തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ശിശുക്കളായിട്ടുള്ളവർ എന്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ട ദൈവരാജ്യം, സ്വർഗരാജ്യം അവരെ പോലുള്ളവർക്കാണ്. നിഷ്കളങ്കമായ, വിദ്വേഷമില്ലാത്ത മനസ്സുള്ളവർക്കായി സ്വർഗം അത്ഭുതം ചെയ്യുവാൻ കാത്തിരിക്കുകയാണ്. ഇന്ന് കരങ്ങളിലേക്ക്, ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തെ ഉള്ളിലേക്ക് റിസീവ് ചെയ്യാം. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ആ വിശുദ്ധിയുടെ അഭിഷേകം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുവാൻ ഇടയാകട്ടെ. ബാഹ്യമായ വിശുദ്ധി, ആന്തരികമായ വിശുദ്ധി, വ്യക്തിത്വത്തിലെ വിശുദ്ധി, ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധാത്മാവാൻ ദൈവമേ ആ വിശുദ്ധി നൽകി, അഭിഷേകം നൽകി, വിശുദ്ധി ജീവിക്കാനുള്ള കൃപ നൽകി നിങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. 2 കൊരിന്തോസ് 12:9 വചനം ഈശോ നൽകുന്നു, നിനക്കെന്റെ കൃപ മതി, ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി നിന്നിൽ ആവസിക്കുന്നത്. ഇന്ന് ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഈശോയുടെ ആത്മാവ് സഹായിക്കും. പൊറുക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഈശോയുടെ ആത്മാവ് സഹായിക്കും. പലപ്പോഴും നമുക്ക് ക്ഷമിക്കണമെന്നുണ്ട്, പക്ഷെ ക്ഷമിക്കുവാൻ പറ്റാത്ത ചില അവസ്ഥകൾ, ചില വ്യക്തികളോട് ക്ഷമിക്കുവാൻ പറ്റുന്നില്ല, ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. അത് പരിശുദ്ധാത്മാവ് നമ്മളെ ആ ഒരു മേഖലയിൽ സഹായിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അവരോട് പൊറുക്കാൻ പറ്റുന്നില്ല, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സഹായിക്കുകയും ആ ഒരു ഭാരത്തെ, ആ ഒരു പെയിനിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുത്തു കളയും. പലപ്പോഴും
നമ്മുടെയൊക്കെ ഈ ഭൂമിയിലുള്ള ജീവിതം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം. 100 വർഷം എന്നുള്ളത് 36,500 ദിവസമാണ് അല്ലെ. 100 വർഷം എന്നുള്ളത് മനുഷ്യൻ ചിന്തിക്കുക ഇത്ര വർഷം എത്ര പേര് ജീവിക്കുമെന്ന് ദൈവത്തിനറിയാം. പക്ഷെ ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടുന്നു. അവരോടുള്ള ദേഷ്യവും വിഷമങ്ങളും അസൂയകളും ഇതെല്ലാം കൊണ്ട് മനുഷ്യ മനസ്സ് കലുഷിതമാകുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുകയാണ്. അതൊക്കെ ലെറ്റ് ഗോ ചെയ്യുക. അത് ലെറ്റ് ഗോ ചെയ്യാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നിനക്ക് പ്രദാനം ചെയ്യും. പലപ്പോഴും അത് ലെറ്റ് ഗോ ചെയ്യാതിരിക്കുമ്പോഴാണ്, വിദ്വേഷം മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കുമ്പോഴാണ് മറ്റ് പാപങ്ങളിലേക്കും അശുദ്ധിയിലേക്കും ഒരു ഡോറിനെ തുറന്നിടുക. ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ ക്ഷമിക്കാൻ പറ്റാതിരിക്കുമ്പോൾ പിന്നീട് ഉള്ളിലോട്ട് മറ്റ് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ കടന്നു വരുന്നു. ഭോഗാസക്തികൾക്ക് മറ്റ് ആസക്തികളിലേക്ക് മനുഷ്യൻ വീണു പോവുകയാണ്. കാരണം ഇറ്റ് ഇൻക്രീസസ് സ്ട്രെസ്. നമ്മുടെ ഉള്ളിൽ ആ സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ ഇത് ഭയങ്കരമായിട്ടൊക്കെ വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവവചനം നമ്മളെ അടിമുടി മാറ്റുകയാണ്, നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ്. അപ്പൊ ഇന്ന് ഉള്ളിൽ ഏതെങ്കിലും വിദ്വേഷത്തിന്റെ കളകളുണ്ടെങ്കിൽ അതിനെ പറിച്ചു കളയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധിയുടെ അഭിഷേകം കൊണ്ട് നിറയ്ക്കും. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. പലപ്പോഴും ഈ ഒരു വചനം എടുത്ത് പലരും പഠിപ്പിക്കുമ്പോൾ അത് ആ വിദ്വേഷത്തിന്റെ ഭാഗത്തെ മെൻഷൻ ചെയ്യാതെ വ്യക്തിത്വ ശുചിത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ സ്വഭാവ ശുചിത്വത്തെക്കുറിച്ചും ലൈംഗിക പാപങ്ങളിൽ നിന്ന് വിട്ടകലുന്നതിനെ കുറിച്ച് മാത്രം പഠിപ്പിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ വചനം അവിടെ മെൻഷൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വിദ്വേഷത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോഴാണ് വിഭാഗീയതയിൽ നിന്നും ആ ഒരു എന്താ പറയുന്നത്, ആ വിഭാഗീയ വിഭാഗീയതകളിൽ നിന്നും നമ്മൾ പുറത്തു വരുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് മറ്റ് പാപങ്ങളുടെ സ്വാധീനത്തെ അതിജീവിക്കാനുള്ള കൃപ നമ്മളിൽ അതിന്റെ ശക്തിയിൽ നിറയപ്പെടുന്നത്. പലപ്പോഴും നമുക്ക് ഈ വിഭാഗീയതകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ പോകുമ്പോൾ ഇറ്റ് ഓപ്പൺസ് എ ഡോർവേ ഫോർ ഡിമോണിക് സ്പിരിറ്റ്സ് ടു കം ഇൻ ടു അവർ ലൈഫ്. ഉള്ളിൽ ഇങ്ങനെ വിഭാഗീയതകളും വിദ്വേഷവും ഹാർബർ ചെയ്യുമ്പോൾ, ആ റിസന്റ്മെന്റ് ഹാർബർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് നമ്മളെ മറ്റ് പാപാവസ്ഥകളിലേക്ക്, പ്രലോഭനത്തിലേക്ക് വീഴിക്കുന്ന ഓരോ അരൂപികളെ നമ്മൾ പോലും അറിയാതെ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് ഉള്ളിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ വിദ്വേഷം കിടക്കുന്നുണ്ടെങ്കിൽ അത് ഈശോയുടെ സന്നിധിയിൽ ഇറക്കി വെച്ച് കടന്നിരോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കും. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. എങ്ങനെയാ നമുക്ക് ഈ വിദ്വേഷത്തിൽ നിന്നൊക്കെ പുറത്തു വരുവാൻ സാധിക്കുന്നത്? ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ജോസഫിനെ സ്നേഹിച്ചവൻ നിന്നെയും സ്നേഹിക്കുന്നു. ജോസഫിനെ വേണമെന്ന് വെച്ചാൽ എത്രയോ പേരുടെ വിദ്വേഷം ഉണ്ടാകായിരുന്നു അല്ലെ. സഹോദരങ്ങളോട്, തന്റെ അടിമച്ചന്തയിൽ തന്നെ വിവസ്ത്രരാക്കിയവരോട്, പോത്തിഫറിനോട്, ഭാര്യയോട്, എത്രയോ പേരോട് വിദ്വേഷം ഉള്ളിൽ പുലർത്താമായിരുന്നു. പക്ഷെ അവരോടെല്ലാം ക്ഷമിച്ചു, ലെറ്റ് ഗോ ചെയ്തു. ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് നിറഞ്ഞു നിന്നു. ഈജിപ്തിനെ ഭരണാധികാരിയാക്കി തന്നെ ക്രൂശിച്ചവരോടും പീഡിപ്പിച്ചവരോടും തന്നെ ഒറ്റിക്കൊടുത്തവരോടും തന്നെ പൊട്ടക്കണത്തിൽ തള്ളിക്കളഞ്ഞ സഹോദരങ്ങളോടൊക്കെ ക്ഷമിച്ച് സ്നേഹത്തോടെ കരുണയോടെ അവരോട് ജോസഫ് പെരുമാറിയതുപോലെ അത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണ് ജോസഫിന്റെ ഉള്ളിൽ. അതുപോലെ നിഷ്കളങ്കമായ ഒരു മനസ്സിന് ഉടമസ്ഥനായി തീരുവാൻ ഈശോ ഇന്ന് വിളിക്കുകയാണ്. അവരെ ഈശോ തള്ളിക്കളയത്തില്ല, കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. വലിയ പദവികളിൽ കർത്താവ് കൊണ്ട് ഇരുത്തും. നിന്റെ നിന്ദനങ്ങൾ, നീ ജീവിതത്തിൽ കടന്നുപോയ ആ ലജ്ജിക്കപ്പെട്ട അവസ്ഥകളൊക്കെ ടേൺ അറൗണ്ട് ചെയ്തതിന് സാക്ഷ്യമായി തീരും. അനേകരുടെ മുൻപിൽ ദൈവം നിന്നെ ഒരു മാനപാത്രമായി സാക്ഷ്യമാക്കി ഉയർത്തും. ഗോഡ് ബ്ലസ് യു ഫോർ ലിസണിംഗ് ടു ദിസ് മെസ്സേജ് ടുഡേ. കർത്താവിന്റെ കൃപയും സമാധാനവും നന്മകളും നിങ്ങളെ ഇന്നും ഇപ്പോഴും എപ്പോഴും പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ. ആമേൻ. കീപ്പ് us also in prayers. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ആമേൻ. ഗോഡ് ബ്ലസ് യു.